ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഏപ്രിൽ 19 നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ് സ്നാക്സ് റൈഡർ സംവിധാനം ചെയ്ത റബൽ മൂൺ പാർട്ട് 2 ദി സ്കാർ ഗീവർ എന്ന ചിത്രം കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമയുടെ കഥ ഞാൻ പറഞ്ഞ പോലെ ക്ലീശയാണ്, അല്ല റിവെഞ്ച് കഥയാണ്. വീണ്ടും ആ ഗ്രാമത്തിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കഥയും ആ ടൈറ്റൻസ് കൊണ്ട് ഈ ഗ്രാമത്തിനെ എങ്ങനെ രക്ഷിക്കാൻ പോകുന്നുള്ള കഥയൊക്കെയാണ് സിനിമയിലൂടെ മെയിനായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. ഞാൻ ഈ സ്റ്റോറിയെക്കുറിച്ചല്ല ഈ സിനിമയെക്കുറിച്ച് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ്. സ്നാക്സ് റൈഡറിൻ്റെ സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ചെറിയൊരു വീക്ക് എവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സ്നാക്സ് റൈഡറിൻ്റെ സ്നൈഡർ കട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷേ ഈ സിനിമയിൽ എനിക്കതങ്ങ് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സിനിമ ഏകദേശം 2 മണിക്കൂറിന് മേളിലുണ്ട്. സിനിമ അതിൽ ഏകദേശം ഒരു 1 മണിക്കൂറോളം ഒരു ആക്ഷൻ സീക്വൻസുകളുണ്ട്. കിട്ടിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഓരോ സ്ലോ മോഷൻസിലായാലും കണ്ട ഒരു സ്റ്റാർ വാർസ് മൂവീസ് കണ്ടിറങ്ങിയ പോലെ ഇരിക്കും ഈ സിനിമ കണ്ടിറങ്ങിയ. അപ്പം നല്ല ഒരു മെറ്റീരിയൽ തന്നെയാണ് സ്നാക്സ് റൈഡർ ഈ ആക്ഷൻ സീക്വൻസിലൊക്കെ പ്രധാനം കൊടുത്തിട്ടുള്ളത്. നല്ല കൊറിയോഗ്രാഫിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആക്ഷൻ സീക്വൻസിന് ആ സ്ലോമൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഈ ടൈറ്റൻസിനെ വെച്ച് ആ വില്ലനെ എങ്ങനെ ആക്രമിക്കും, ആ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കും, അതൊക്കെയാണ് സിനിമയുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോയിരിക്കുന്നത്. നല്ലൊരു സിനിമയാണ് സ്നാക്സ് റൈഡറിൻ്റെ റബൽ മൂൺ എന്ന ചിത്രം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ 2 പാർട്ട് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കണ്ട. അപ്പം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്നാക്സ് റൈഡർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീക്കുള്ളൊരു സിനിമയും കൂടിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ഫീലുള്ളൊരു സിനിമ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. സ്നാക്സ് റൈഡർ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പം ഏറ്റവും വീക്കായിട്ടുള്ള സിനിമയും പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസ് എടുത്ത് നോക്കുമ്പം തീരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ കിട്ടുള്ള സിനിമ തന്നെയാണ് ഈ സിനിമ. ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഥ നോക്കരുത്, കഥ ക്ലീഷ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആക്ഷൻ സീക്വൻസ് വേറെ ലെവലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സ്കാർ ഗീവർ എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.